6000-ഓളം കേസ് വരുന്നതിൽ 15 എണ്ണമാണ് കൺവിക്ഷൻ വരുന്നത്. അതും കോൺഗ്രസ്സുകാരുടെ പേരിലാണ് ഏറ്റവും കൂടുതൽ കേസുള്ളത്. പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും അതായത് ഫോറിൻ മണി മാനേജ്മെൻറ്റ് ആക്റ്റൊക്കെ വരുന്നത്. പക്ഷേ അങ്ങനെ കോൺവിക്ഷൻ വരുമ്പോഴേക്ക് ഇവർ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ നേരെ BJP-യിലോട്ട് പോകും. അതോടെ കേസ് അങ്ങ് മാഞ്ഞു പോകും. ഇതാണ് ഇവിടെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവർക്കൊരു തുമ്പ് പോലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇവർ വന്ന എന്തിനാണ്? ഇതുപോലെ കൊച്ചിൻ റിഫൈനറിയെ അതുപോലെ തന്നെ എക്സാലോജിക്കിൻ്റെയൊക്കെ എന്തോ IT ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണം അല്ലെങ്കിൽ മണി ലോണ്ടറിങ് എന്തോ തട്ടിപ്പ് നടന്നു എന്നുള്ള സംശയത്തിലാണ് ED വന്നത്. ആരാണ് ED? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ED എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവർക്ക് എപ്പോഴാണ് പവർ വരുന്നതെന്ന് പറഞ്ഞാൽ ഈ 2 കാര്യങ്ങളിലാണ്. ഈ പറഞ്ഞ പോലെ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്റ്റും അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ആക്ട്. അപ്പോൾ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അവർക്ക് സെക്ഷൻ 17 പ്രകാരം പിന്നെ എന്തെങ്കിലും സെർച്ച് ആൻഡ് സീസർ, അതായത് ED വന്നത് പിന്നെ സെർച്ച് ആൻഡ് സീസർ റെയ്ഡ് നടത്താൻ വേണ്ടിയിട്ട്, അതായത് ഒരു മുന്നറിയിപ്പില്ലാതെയാണ് വന്നത്. അതുകൊണ്ട് തന്നെ സെർച്ച് ആൻഡ് സീസർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർക്ക് സെക്ഷൻ 15 എടുത്തു നോക്കുകയാണെങ്കിൽ അതിനകത്ത് അവർക്ക് അതായത് എന്തെങ്കിലും സ്വത്ത് വകകൾ ഇത് മണി ലോണ്ടറിങ് വഴി കണ്ടുകെട്ടാനായിട്ട് ഉള്ള ഒരു നിയമമാണ് സെക്ഷൻ 15 വഴി അവർക്ക് അതിനുള്ള പവർ കൊടുത്തിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ്. അതുപോലെ തന്നെ സെക്ഷൻ 5 പ്രകാരം എന്തെങ്കിലും കുറ്റവിമുക്തനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അന്വേഷണം വഴി അറസ്റ്റ് ചെയ്യാനുള്ള പവറും അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യത്തെ ഏറ്റവും വ്യാപകമായി നടക്കുന്ന ലോണ്ടറിങ് അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ സെൻട്രൽ ഗവൺമെൻറ് തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു.